ട്രാവൽ വിഷൻ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ടോപ്പ് സ്റ്റേഷനിൽ നിന്നും നമ്മൾ വട്ടവടയിലേക്ക് എത്തിച്ചേർന്ന കാഴ്ചകളും വട്ടവട ഗ്രാമത്തിൽ നമ്മൾ ഒരു ജീപ്പ് സഫാരി ചെയ്ത് കണ്ട കാഴ്ചകളുമാണ്. ടോപ്പ് സ്റ്റേഷനിൽ നിന്നും നമ്മൾ വട്ടവടയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. നിബിഡ വനങ്ങൾ നിറഞ്ഞ പാതയിലൂടെ ഏതാണ്ട് 7 കിലോമീറ്റർ ഓളം ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് സഞ്ചരിക്കുമ്പോൾ നമ്മൾ വട്ടവടയിലെത്തും. ഇതാണ് വട്ടവടയിലേക്കുള്ള പ്രവേശന കവാടം. 6 മണിക്ക് ശേഷം വട്ടവടയിലേക്ക് വാഹനങ്ങൾക്ക് പോകുവാനോ പുറത്തേക്ക് പോകുവാനോ കഴിയില്ല. 6 മണിക്ക് മുമ്പ് നമ്മൾ ഇവിടെ പോകുമ്പോൾ പുറത്തേക്ക് വന്നിരിക്കണം. അപ്പം ഇങ്ങനെ ഈ പ്രവേശന കവാടം മുതൽ ഏതാണ്ട് 5 കിലോമീറ്ററോളം വാഹനങ്ങളൊന്നും നിർത്താൻ പാടില്ല. ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് വരെ നിരോധിത മേഖലയാണ്. ഇടതൂർന്ന ചോലവനങ്ങളും പൈൻ മരങ്ങളും യൂക്കാലി മരങ്ങളും കൊണ്ടു നിറഞ്ഞ നിബിഡ വനത്തിലൂടെയാണ് നമ്മൾ 5 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടത്. ഇങ്ങനെ യാത്ര ചെയ്ത് വട്ടവടയിൽ എത്തിക്കഴിഞ്ഞാൽ കാർഷിക ഗ്രാമത്തിൻ്റെ മനം കവരുന്ന കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. 13 വാർഡുകൾ ചേരുന്ന വട്ടവട പഞ്ചായത്തിൻ്റെ ആസ്ഥാനം കോവിലൂരാണ്. കോവിലൂർ വരെ മാത്രമേ വാഹനങ്ങൾ ബസ് സൗകര്യം ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ജീപ്പ് സഫാരി പിടിക്കണം. ഇത് പോകുന്ന വഴിക്കുള്ള പുൽമേടുകളാണ്. ഈ പുൽമേടുകളിൽ മിക്കവാറും കാട്ടുപോത്തുകളും ആനകളും മറ്റു കാട്ടുമൃഗങ്ങളും എല്ലാം കാണാൻ കഴിയുന്ന സ്ഥലമാണ്. ഇവിടെ പാമ്പാടുംചോല നാഷണൽ പാർക്കിൻ്റെ ആസ്ഥാനം ഇവിടെയാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും മറ്റും സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ കയറിയാൽ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത് മൂന്നാറിലെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് തേയിലച്ചെടികൾ ഒന്നുമില്ല. ഇവിടെ കംപ്ലീറ്റ് പച്ചക്കറി കേന്ദ്രമാണ്. കേരളത്തിലെ ഇത് മഴക്കാല ശീതകാല പച്ചക്കറി കേന്ദ്രമാണ് ഈ വട്ടവടയും പ്രദേശങ്ങളും. വട്ടവട എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രദേശം മൊത്തം അറിയപ്പെടുന്നത് വട്ടവട എന്നാണ്. വട്ടവട പഞ്ചായത്തിലെ 13 വാർഡുകൾ ചേരുമ്പോൾ ഉള്ള ഒരു മനോഹരമായ പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെ യൂക്കാലി മരങ്ങളെയും പൈൻ മരങ്ങളെയും എല്ലാം പിന്തള്ളിക്കൊണ്ട് നമ്മൾ പോയ ബസ് വട്ടവടയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കോതമംഗലത്ത് നിന്നും വന്ന കോവിലൂർ ബസ്സിലാണ് നമ്മൾ രാവിലെ മൂന്നാറിൽ നിന്നും ഇവിടേക്ക് യാത്ര തിരിച്ചത്. ഈ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ വളരെ കൗതുകമുണർത്തുന്ന ഫോറസ്റ്റിൻ്റെ വന്യമായ കാഴ്ചകളാണ്. ഇങ്ങനെ നമ്മുടെ ബസ് വട്ടവടയിലോട്ട് അടുക്കും തോറും കാഴ്ചകളുടെ മിഴിവ് കൂടി വന്നു. പതിയെ വട്ടവടയിലെ കൃഷിയിടങ്ങളും അവിടുത്തെ നിവാസികളുടെ താമസ സൗകര്യവും കണ്ടു തുടങ്ങി. അപ്പോൾ ഇത് പണ്ട് കാലത്ത് പാണ്ഡ്യരാജാക്കന്മാരുടെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു. അത് പിന്നീട് പൂഞ്ഞാർ രാജവംശത്തിനും അവിടെ നിന്നും തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കൈകളിലും എത്തിച്ചേർന്നു. ഇവിടെ പണ്ട് ഹൈദരലിയുടെ പടയോട്ട കാലത്ത് ജീവരക്ഷാർത്ഥം ഓടിയെത്തിയ തമിഴ് വംശജർ കുടിയേറിപ്പാർത്ത സ്ഥലമായിരുന്നു. ഇന്നിവിടെ താമസിക്കുന്നത് അവരുടെ എല്ലാം പുതിയ തലമുറകളാണ്. ഏതാണ്ട് പൂർണ്ണമായും തമിഴ് സംസാരിക്കുന്നവരാണ് ഇവിടെ താമസിക്കുന്നവർ. ഇത് തമിഴ്നാടിൻ്റെ പളനി ഹിൽസിനോട് ചേർന്ന് തമിഴ്നാട് ബോർഡറിലായിട്ടാണ് ഈ വട്ടവട സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 30
കിലോമീറ്ററോളം ഓഫ് റോഡ് ജീപ്പ് സവാരി ചെയ്താൽ നമുക്ക് കൊടൈക്കനാലിൽ എത്തിച്ചേരാം. അപ്പോൾ അതിനുള്ള സവാരിയൊക്കെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്താൽ കിട്ടും. വേണ്ട 10,000 രൂപയോളം ആവും 7 പേർക്ക്. ഇവിടെ അതിദൂക്കായ മലകളിലൂടെ ജീപ്പ് ഓടിച്ച് നമ്മളെ അവിടെ എത്തിക്കുകയും തിരികെ ഇവിടെ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വട്ടവട കേരളത്തിൻ്റെ കാർഷിക ഗ്രാമമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മിക്കവാറുമുള്ള പച്ചക്കറി ഇനങ്ങളെല്ലാം ഉരുളക്കിഴങ്ങ്, തക്കാളി, ബീൻസ്, ബട്ടർ ബീൻസ്, ക്യാരറ്റ്, അതുപോലെ സ്ട്രോബെറി ഐറ്റങ്ങൾ, മറ്റ് പഴവർഗ്ഗങ്ങൾ എല്ലാം വിളയിച്ചെടുക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മക്കളുടെ നഗരമാണ് ഈ വട്ടവട. ഇപ്പോൾ നമ്മൾ കോവിലൂർ ജംഗ്ഷനിൽ നമ്മുടെ ബസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടം വരെ മാത്രമേ നമുക്ക് ബസ് സൗകര്യമുള്ളൂ. ഇപ്പോൾ ഈ ജീപ്പുകളൊക്കെ ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളെ കാത്ത് കിടക്കുകയാണ്. അപ്പം വരുന്ന ഓരോ ബസ്സിലും എറണാകുളം ഭാഗത്തു നിന്നും മൂന്നാർ ഭാഗത്തു നിന്നും അതുപോലെ എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇവിടേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ബസ്സുകളെ കാത്ത് കിടക്കുന്ന ജീപ്പുകളാണ് നമ്മൾ കണ്ടത്. കൂടാതെ ടൂറിസ്റ്റുകൾ പിന്നീട് ഇവിടുന്ന് ജീപ്പ് പിടിച്ചാണ് ഉള്ളിലോട്ടൊക്കെ പോകേണ്ടത്. നമ്മളും ഇവിടെ നിന്ന് സവാരി ബുക്ക് ചെയ്ത് നമുക്ക് 30ഓളം സ്ഥലങ്ങൾ കാണാനുണ്ടല്ലേ? ഇല്ല, 30 കിലോമീറ്റർ ഉണ്ട്. 30 കിലോമീറ്ററില്ല. മൊത്തം ഒളിഞ്ഞു കിടക്കാം. അപ്പോൾ ആ ജീപ്പ് കയറി ഈ വട്ടവടയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടി യാത്രയായി. വട്ടവടയിലെ ഗ്രാമജീവിതങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ ജീപ്പ് ഇങ്ങനെ ഗ്രാമങ്ങൾ പിന്നിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 3 മണിക്കൂറോളം നീണ്ട ഒരു ജീപ്പ് സഫാരി ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ കൊടൈക്കനാലിൽ പോയിട്ട് കറങ്ങി ഡ്രൈവർ മനോജ്. എത്ര പേര്? 8 പേര് വരെയോ? 10 പേരോ? ഇല്ല, 10 പേര് കയറാൻ പറ്റില്ല. ഒരു 7 പേര് മാക്സിമം പിടിക്കാൻ. ഇവിടെ അധികവും റോഡുകളെല്ലാം ഓഫ് റോഡാണ്. ഈ ജീപ്പിൽ മാത്രമേ നമുക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ മലകളുടെ വന്യമായ സൗന്ദര്യവും മറ്റും കാണാം. അതുപോലെ ഇവിടെ ഡീസലടിക്കാൻ പ്രത്യേകിച്ച് പമ്പൊന്നുമില്ല. പുറത്തുനിന്ന് മൂന്നാറിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ച് ചില്ലറയായിട്ട് വിതരണം ചെയ്യുകയാണ്. ഈ ജീപ്പിലാണ് നമ്മൾ പോയത്. മനോജ് എന്നാണ് ഈ ജീപ്പ് ഡ്രൈവറുടെ പേര്. അദ്ദേഹം നമ്മളെയും കൊണ്ട് ഈ ഓഫ് റോഡിലൂടെ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. എന്താണോ ഇതൊന്നും നന്നാക്കിയിടാത്തത്. ഒരുപക്ഷേ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ പിഴിയാൻ വേണ്ടി ഇങ്ങനെ റോഡൊക്കെ ആക്കിയിട്ടിരിക്കുകയാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതിയാണ് ഈ വട്ടവടയിലെ രീതി. ഇവിടെ വിളയാത്തതായിട്ടൊന്നുമില്ല. ഇവിടുത്തെ തമിഴ് വംശജർ ഈ കീഴ്ക്കാന്തൂക്കായി കിടക്കുന്ന മലഞ്ചരിവുകളെല്ലാം വെട്ടിയൊരുക്കി തട്ടുകളാക്കി അവിടെ പച്ചക്കറിയും മറ്റ് പഴവർഗ്ഗങ്ങളും എല്ലാം വിളയിച്ച് ഇവിടെ ഒരു ഐശ്വര്യപൂർണമായ നാടാക്കി ഈ വട്ടവടയെ മാറ്റി തീർത്തിരിക്കുന്നു. ഇപ്പോൾ ഇത് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇവിടുത്തെ കൃഷി രീതിയും അതുപോലെ ജീവിത രീതിയും മറ്റും കാണാൻ വേണ്ടി ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കുവാൻ ആവശ്യമായ ഹോം സ്റ്റേകളും റിസോർട്ടുകളും എല്ലാം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ തണുപ്പത്ത് ഈ നിർമ്മലമായ കാർഷിക ഗ്രാമത്തിൻ്റെ മനോഹാരിത നുകർന്നുകൊണ്ട് ഇവിടെ താമസിക്കുന്നത് പലർക്കും ഒരു നൊസ്റ്റാൾജിയാണ്.
പച്ച കാണുന്ന ഈ ഷീറ്റ് കാണുന്ന ഉരുളക്കിഴങ്ങിന്റെ ഉരുളക്കിഴങ്ങിന്റെ അല്ലേ? ഈ ഷീറ്റ് പച്ച ആ പച്ച ഓ, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. എല്ലാ സാധനവും. ഡ്രൈവർ മനോജ് ഓരോ കാഴ്ചകളും കാട്ടിത്തന്നുകൊണ്ട് നമ്മളെ ഇവിടുത്തെ ഏറ്റവും ഉയർന്ന വ്യൂ പോയിൻ്റായ പഴത്തോട്ടം വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ജീപ്പ് സവാരിയുമായി മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോവിലുകളും അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ വഴികളും ഇടയ്ക്ക് ആകാശത്തിൻ്റെ നീലിമയും എല്ലാം കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നമുക്ക് ഒരു പരിചയമില്ലാത്ത അന്യഗ്രഹത്തിൽ ചെന്ന രീതിയിലാണ് നമുക്ക് തോന്നിയത്. ശരിക്കും അത്ഭുതാപകമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ മേഘങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ചന്തമായിരുന്നു. നീല നിറത്തിൽ വെൺമേഘങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. ഇതിന് ചുറ്റും ഒരു കോട്ട പോലെ പരന്നു കിടക്കുന്ന പളനി ഹിൽസിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ടത്തിലെ മലനിരകൾ നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഈ ജീപ്പ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 7500 അടി വരെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അപ്പം ഇവിടെ ഈ പഴത്തോട്ടം വ്യൂ പോയിന്റിൽ നിന്നും കാണുന്ന ഈ കൃഷികളുടെ ഈ കൃഷിത്തട്ടുകളുടെ കൃഷിപ്പാടങ്ങളുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കൃഷിപ്പാടത്തോട് ചേർന്ന് തന്നെ അവർ വസിക്കുന്ന ചെറിയ ചെറിയ വീടുകളും കാണാം. വളരെ അധ്വാനശീലരായ തമിഴ് വംശജരായ കേരള മക്കൾ ഇവിടെ ഒരു പുതിയ കാർഷിക ഗ്രാമം തന്നെ അധ്വാനത്താൽ പടുത്തുയർത്തിയിരിക്കുന്നു. വളരെ നാളത്തെ പഴക്കമുള്ള ഒരു കാർഷിക ഗ്രാമമാണ് ഇത്. ഇവിടെ പലയിടത്തും ഇവരുടേതായ തനത് സംസ്കാരവും ജീവിത രീതികളും മറ്റും ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഈ പഴത്തോട്ടം വ്യൂ പോയിന്റിൽ നിന്നുള്ള വട്ടവടയുടെ ദൃശ്യങ്ങൾ മനം കവരുന്ന ഒന്നായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മിന്നിമറിയുന്ന ഈ മലകളുടെ ഭംഗിയും അതുപോലെ ഇടയ്ക്ക് ചെറിയ ചെറിയ വനപ്രദേശങ്ങളും ഇതിനുള്ളുണ്ട്. ചെറിയ അരുവികളുണ്ട്, ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അങ്ങനെ ഈ വട്ടവട ഗ്രാമത്തിൻ്റെ കാർഷിക കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ ജീപ്പ് സവാരി പുരോഗമിക്കുകയാണ്. മുന്നോട്ട് പോകുന്തോറും ആ ഗ്രാമത്തിൻ്റെ ഭംഗി കൂടി വരുന്നതായിട്ട് തോന്നി. ഏതാണ്ടൊരു 10-20 കിലോമീറ്ററോളം ഈ ഗ്രാമത്തിൽ ചുറ്റിപ്പറ്റി നമ്മളെയും കൊണ്ട് മനോജ് കറങ്ങി നടന്നു. ഇങ്ങനെ കുറേ ഇടയ്ക്ക് കുറച്ച് വട്ടവട നിവാസികളെയും മറ്റും കണ്ടു. അങ്ങനെ പോകുമ്പോൾ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള കോട്ടേജുകളും മറ്റും കണ്ടു. അതിലൊക്കെ ഈ കോട്ടേജുകളൊക്കെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എറണാകുളത്തെ ടീമിന്റെ വട്ടവട കാർഷിക ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി തോട്ടങ്ങളും അതുപോലെ സ്ട്രോബെറി തോട്ടങ്ങളും ധാരാളമായി കാണാമായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഒരു നല്ലൊരു സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിക്കെല്ലാം നല്ല ഗ്രാമക്കാഴ്ചകൾ, വളരെ മാലിന്യമില്ലാത്ത വായു, ശുദ്ധവായു നേർന്നുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ വട്ടവടയുടെ ചൈതന്യമാർന്ന കാഴ്ചകൾ നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. ഇത് വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ ജീപ്പ് ഇടയ്ക്കതിലേ പോകുന്നത് കണ്ടു. അപ്പം അങ്ങനെ നമ്മൾ കറങ്ങി നമ്മുടെ ജീപ്പ് സവാരി ഇങ്ങനെ പുരോഗമിക്കുകയാണ്.
അങ്ങനെ വന്ന് ഇവിടുത്തെ ഒരു വലിയ സ്ട്രോബെറി ഫാമിൽ എത്തിച്ചേർന്നു. അപ്പോൾ സ്ട്രോബെറി കൃഷി ചെയ്യുന്നതും അതിൽ നിന്ന് ഇങ്ങനെ സ്ട്രോബെറി പറിച്ചെടുത്ത് ശേഖരിക്കുന്നതും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അത് വളരെ നല്ല നല്ല കാഴ്ചകളായിരുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന, ഉന്മേഷം നൽകുന്ന, ആനന്ദം നൽകുന്ന കാഴ്ചകളായിരുന്നു. ഇങ്ങനെ മഴയായതിനാൽ കുറേ ഭാഗത്തൊക്കെ അവരിങ്ങനെ ഈ പോളിത്തീൻ കവറൊക്കെ ഇട്ട് മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഇങ്ങനെ പോളിത്തീൻ കവറിട്ട് മൂടിയിരിക്കുകയാണ്. ഇതിൽ മഴ വെള്ളം വീണ് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ തോട്ടത്തിൽ നിന്നും അവർ പറിച്ചെടുത്ത കുറച്ച് സ്ട്രോബെറി നമുക്കിവിടെ ഇപ്പറയ്ക്ക് വെച്ചിട്ടുണ്ട്. കിലോ 600 രൂപ വെച്ചാണ്. കിലോ 600 അല്ലേ? അര കിലോ 300, 1/4 കിലോ 150. നമ്മൾ അതിൽ നിന്നും കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ജാമും വാങ്ങിച്ചു. ജാമുണ്ടായിരുന്നു, സ്ട്രോബെറി സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സ്ട്രോബെറി ഫാമും കണ്ട് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വട്ടവടയുടെ മറ്റൊരു ഭാഗത്തേക്ക് യാത്ര തുടർന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അവിടെ ആ ചെങ്കുത്തായ മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ മനോജ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആ പോകുന്ന വഴിക്കെല്ലാം ആ ഗ്രാമത്തിൻ്റെ ഭംഗിയും അതുപോലെ തട്ടുതട്ടായ കൃഷി രീതികളും എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ തന്നെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പം വളരെ ദൂരെ നിന്നും കേൾക്കാമായിരുന്നു. ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും അത് നമുക്ക് മലയിൽ നിന്നും ഉത്ഭവിച്ചു വന്നു. ആ വെള്ളം അവർ പാഴാക്കാതെ ചെറിയ ചാലുകളാക്കി അതിങ്ങനെ കൃഷി സ്ഥലങ്ങളിലേക്ക് വിടുന്നതും കാണാമായി. ഇത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഇങ്ങനെ വരുന്ന വെള്ളമൊക്കെ പാഴാക്കാതെ ഇങ്ങനെ ചാല് കീറി ചെറിയ തോടുകളാക്കി താഴോട്ട് സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിന് ചുറ്റും ഇടതൂർന്ന കാടുകളും കൃഷിസ്ഥലങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോം സ്റ്റേകളും റിസോർട്ടുകളെയൊക്കെ ഓടിക്കുന്നത് കണ്ടു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ആ കാർഷിക ഗ്രാമത്തിൻ്റെ മനോഹരമായ വ്യൂ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നു. ഗ്രാമക്കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടുത്തെ ഈ കൃഷി രീതിയും ഇവിടുത്തെ ഈ സാധാരണക്കാരുടെ അധ്വാന മനോഭാവവും അതുപോലെ തന്നെ ഈ ഐശ്വര്യ സമൃദ്ധമായ ഈ ഗ്രാമവും കാണുമ്പോൾ ഇവിടുത്തുകാരെ നമുക്ക് മനസ്സുകൊണ്ട് നമിക്കുവാൻ തോന്നും. അപ്പം നമ്മുടെ സവാരി മുന്നോട്ട് വരും തോറും ഇതാണ് നമ്മൾ കയറിയ പഴത്തോട്ടം മല, അതിന് മുകളിൽ നിന്നാണ് നമ്മൾ കുറേ വ്യൂ കണ്ടത്. നമ്മൾ കൃഷി ഇടങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് കൃഷി രീതികളും മറ്റും കണ്ട് വട്ടവട എന്ന യഥാർത്ഥ വാർഡിൽ എത്തിച്ചേർന്നു. പ്രദേശത്തിൻ്റെ പേര് വട്ടവട എന്നാണെങ്കിലും വട്ടവട എന്ന സ്ഥലം ഇതാണ്. അപ്പോൾ അങ്ങനെ ജീപ്പ് സവാരി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് കർഷകർ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങൾ നമ്മളിറങ്ങി നേരിൽ കാണുകയും അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമായി ലയിച്ചു ചേരുകയും ചെയ്തു. തേനും കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മനോഹരമായിട്ട് ബീൻസും മറ്റു പയർവർഗ്ഗങ്ങളും കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് കൗതുകമുണ്ടാക്കുന്ന കാഴ്ചയായി. ശരിക്കും ഇവരെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. കേരളത്തിൻ്റെ കാർഷിക ഗ്രാമത്തിൽ വരാനും ഇതൊക്കെ കാണാനും കഴിഞ്ഞതിൽ ശരിക്കും അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇത്. ഇങ്ങനെയും നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാരും ഒരു ഭൂപ്രദേശം, ഒരു ജീവിതവും അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു.
വട്ടവട സൂപ്പർ, ഒന്നും പറയാനില്ല. മനസ്സിന് സന്തോഷം നൽകിയ കുറച്ച് കുഞ്ഞു കാഴ്ചകൾ കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ യാത്രയാണ്. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.